വഖഫിൽ കേന്ദ്രം സമർപ്പിച്ചത് പെരുപ്പിച്ച കണക്കെന്ന് മുസ്ലിം ലീഗ്. സുപ്രീം കോടതിയിൽ ലീഗ് പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യുന്നതിൽ നിയമപരമായ തടസ്സം ഇല്ല എന്ന് മുസ്ലിം ലീഗ്. വഖഫിനെ കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാതെയാണ് കേന്ദ്രം സത്യവാങ്മൂലം നൽകിയതെന്ന് സമസ്തയും ആരോപിക്കുന്നുണ്ട്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത്. എന്താണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ? ആര്യ, വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ നാളെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള സുപ്രീം കോടതി ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് മുസ്ലിം ലീഗും സമസ്തയും സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം മുസ്ലിംകളെ ആശങ്ക സൃഷ്ടിച്ചതെന്നും ഇത് രാജ്യത്തിന്റെ ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുമാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിനെയും അഖണ്ഡതയെയും ബാധിക്കുന്ന നിയമങ്ങൾ സുപ്രീം കോടതി മുമ്പും സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്നാണ് ഈ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. നിയമം സ്റ്റേ ചെയ്യുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ലീഗ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വഖഫ് ഭേദഗതി നിയമം അതായത് 2013 നിയമം വന്നതിന് ശേഷം രാജ്യത്ത് 116% വർധന വഖഫ് ഭൂമിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദത്തെ മുസ്ലിം ലീഗും സമസ്തയും ഈ വ്യത്യസ്തമായി നൽകിയിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ ഈ വിമർശിക്കുന്നുണ്ട്. അതായത് ഈ കണക്ക് ആധികാരികമല്ല. സച്ചാർ സമിതിയുടെ കണക്ക് പ്രകാരം 1.2 ലക്ഷം ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ എന്നും ആണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ശരീഅത്ത് നിയമത്തെ കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നതെന്നാണ് സമസ്തയുടെ പ്രധാനപ്പെട്ട ആരോപണം. നാളെ സുപ്രീം കോടതി ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ പരിഗണിക്കുന്നതായിരിക്കും. ശരി ബാലു.